ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമയുടെ അടുത്തെത്തി പിള്ള പറഞ്ഞ കാര്യങ്ങൾ കേട്ട് സത്യമ്മ പറഞ്ഞു, എന്തായാലും ആ പണം ഞാൻ അങ്ങനെ നഷ്ടപ്പെടുത്താനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഈ കുട്ടിക്കൃഷ്ണൻ എന്ന് പറഞ്ഞ ആളെ അയാള് എത്ര തവണ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്. എന്നിട്ടും അവൻ പണം തരാതെ ഇങ്ങനെ മടി കാണിക്കുന്നതിന്റെ പിന്നിലെ വേറെ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാവും, അത് തീർച്ചയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അവനിപ്പോ ഇങ്ങനെ ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയത് പോലും നമുക്ക് പണം തിരിച്ചു തരാതിരിക്കാനുള്ള ഒരു അടവാണെങ്കിലോ. ഇനിയൊരു കാര്യം ചെയ്യാം, അവൻ എത്ര തവണ നമ്മുടെ നമ്മൾ ഈ പണം ചോദിച്ചല്ലോ എന്ന് കരുതി അവൻ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയായാലും നമ്മുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചാൽ അത് തിരിച്ചു തരേണ്ടതാണല്ലോ, അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അയാൾക്ക് ആപത്തൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ സത്യാമ്മയെന്ന് അപ്പോഴേക്കും പിള്ള പറയുകയും, ഇനിയിപ്പോ ഹോസ്പിറ്റൽ വാസമൊക്കെ കഴിഞ്ഞ് വരട്ടെ, അപ്പോഴേക്കും നമുക്ക് കാര്യങ്ങളൊക്കെ അവനോട് നേരിട്ട് സംസാരിക്കാമെന്ന് പിള്ള അറിയിച്ചു. എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് സത്യമ്മ വേഗം അകത്തേക്ക് കയറിപ്പോയപ്പോ പൊന്നിയുടെ അടുത്തേക്ക് എത്തി പിള്ളച്ചേട്ടൻ പറഞ്ഞു, പൊന്നി, ഇത് നമ്മൾ കരുതുന്ന അത്ര നിസ്സാരമല്ല, സത്യാമ്മ കരുതുന്ന പോലെ അത്ര നിസ്സാര കാര്യമല്ല ഇത് എന്നതായിരുന്നു പിള്ളയുടെ മറുപടി. അതിനുശേഷം ശാലിനി ശാരികയെ നോക്കുന്ന ഡോക്ടറുടെ അരികിലേക്ക് എത്തി. ഡോക്ടർ കാര്യങ്ങളൊക്കെ വിശദമായി ശാലിനിയോട് പറഞ്ഞു. സത്യത്തിൽ ശാരികയുടെ ഇപ്പോഴത്തെ അവസ്ഥ, ശാരികയ്ക്ക് സംഭവിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ദേഹത്തുണ്ടായ മുറിവുകളും ചതവുകളും ഒക്കെ അത് വലിയൊരു രീതിയിൽ ഈശ്വരൻ കടാക്ഷിച്ചു എന്ന് വേണം പറയാൻ. അതുകൊണ്ടാണല്ലോ ശാരികയെ ഇത്രമാത്രമാക്കി ദൈവം നമുക്ക് നൽകിയത്. ഇനിയിപ്പോ എന്തെങ്കിലും സ്പൈനൽ കോഡിനോ മറ്റോ എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടോ എന്നും പിന്നെ മറ്റു ചില ടെസ്റ്റുകൾ കൂടി നടത്തേണ്ടതായിട്ടുമുണ്ട്. അങ്ങനെ ചില ടെസ്റ്റുകൾ കൂടി നടത്തിയാൽ മാത്രമേ ഇനിയുള്ള ശാരീരിക ഭാവി പൂർണ്ണമായിട്ടും എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് ഡോക്ടർ ശാലിനിയോട് അറിയിച്ചു. എന്തായാലും ഞങ്ങൾ ഡോക്ടർമാരെല്ലാവരും ഈശ്വരനിൽ വിശ്വസിക്കുന്നവരാണ്. കാരണം ഞങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്ന പേഷ്യൻസ് എത്രയും വേഗം എഴുന്നേറ്റ് നടക്കണമെന്നും അവരെ എത്രയും ആരോഗ്യവാന്മാരാക്കി അവരുടെ ബന്ധുക്കൾക്ക് തിരികെ നൽകണമെന്ന ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ ഓരോ പേഷ്യന്റിനെയും സമീപിക്കാറുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു, ഈശ്വരനോട് ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് ശാരികേച്ചി ഈ അപകടാവസ്ഥ തരണം ചെയ്യണം, ശാരികേച്ചി പഴയ ആരോഗ്യത്തോടെ തിരിച്ചെത്തണം, അത്ര മാത്രമേ എന്റെ ആഗ്രഹമുള്ളൂ എന്ന് ശാലിനി അറിയിക്കുമ്പോഴേക്കും ഡോക്ടറും അത് തന്നെ അറിയിച്ചു. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എന്തായാലും ഈശ്വരന്റെ വലിയൊരു കടാക്ഷം ശാരികയ്ക്കുണ്ട് എന്ന് തന്നെ വേണം പറയുവാൻ. പിന്നെ ഇനി ബാക്കി കാര്യങ്ങൾ അത് ദൈവം തന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർ ശാലിനിയോട് കാര്യങ്ങൾ വിശദീകരിച്ചറിയിച്ചു. അപ്പോഴാണ് വിജയലക്ഷ്മി കുഞ്ഞുമായിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് വന്നെത്തിയത്. ഓട്ടോക്കാരനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് കുഞ്ഞുമായി അകത്തേക്ക് വരുമ്പോഴേക്കും അവിടെ നിന്ന് കൃഷ്ണൻകുട്ടി ദേഷ്യത്തോടെ ശിവനോട് ചോദിച്ചു, അപ്പോ ഞാൻ ഇവിടെ നിൽക്കണം എന്ന് തന്നെയാ പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ, നിന്നേ പറ്റൂ, കുഞ്ഞുമായിട്ട് വന്നതിന് ശേഷം നമുക്ക് കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ എന്ന് പറഞ്ഞ് ശിവൻ ബലമായി കൃഷ്ണൻകുട്ടിയെ അവിടെ പിടിച്ചു നിർത്തിയിരുന്നു. അപ്പോഴാണ് ശാലിനി അവിടേക്ക് എത്തിയത്. ശാലിനി പറഞ്ഞു, ഇപ്പോഴും ചേച്ചി ICUയിൽ തന്നെയാണ്, ഉടനെ ഒന്നും മാറ്റാൻ കഴിയില്ല, എന്തായാലും കുറച്ചുനാൾ കൂടി കഴിയേണ്ടി വരുന്നു, ചില ടെസ്റ്റുകൾ കൂടി നടത്തിയതിനു ശേഷം മാത്രമേ എന്തെങ്കിലും വിശദമായിട്ടൊരു മറുപടി പറയാൻ കഴിയുമെന്നാണ് ഡോക്ടർ അറിയിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും അവിടേക്ക് ഇക്കാര്യങ്ങൾ ശിവനോട് ശാലിനി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വിജയലക്ഷ്മി കുഞ്ഞുമായി അവിടേക്ക് എത്തിയത്. കുഞ്ഞിനെ എടുത്ത് കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വിജയലക്ഷ്മി ശാലിനിയോട് പറഞ്ഞു, അതെ, അവൾ മനഃപൂർവ്വം ഈ കൊച്ചിനെ വീട്ടിന്റെ മുറ്റത്ത് കൊണ്ടുവന്നിട്ടിട്ട് പോയതല്ലേ ഞങ്ങളെ കൊടുക്കാനായിട്ട്. ഒരു കാര്യം പറഞ്ഞേക്കാം, എവിടെ നിന്നോ കിട്ടിയ കുഞ്ഞുമായിട്ട് വീട്ടിലേക്ക് വരേണ്ട കാര്യമില്ല, വല്ലവരുടെയും കുഞ്ഞിനെ നോക്കേണ്ട ആവശ്യം ഞങ്ങൾക്കും ഇല്ല, ഇപ്പൊ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയല്ലോ, ഇനി ഞങ്ങൾ പോവാ എന്ന് പറഞ്ഞപ്പോഴേക്കും ഉടനെ വിജയലക്ഷ്മിയോടും കൃഷ്ണൻകുട്ടിയോടുമായിട്ട് ഉടനെ ദേഷ്യത്തോടെ ശാലിനി പറഞ്ഞു, അങ്ങനെ ഈ കുഞ്ഞിനെയും ശാരികേച്ചിനെയും തള്ളിക്കളഞ്ഞിട്ട് പോകാൻ നിങ്ങളെ സമ്മതിക്കില്ല. ഇതിന് ഒരച്ഛനുണ്ട്, ആ അച്ഛൻ അതെവിടെയാണെന്നും എല്ലാവർക്കും അറിയുകയും ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴേക്കും വിജയലക്ഷ്മി പറഞ്ഞു, അതെ, അവൻ ഇവിടെ നിന്ന് പോകുന്ന സമയത്തെ ഇവൾ ഗർഭിണിയാണ് എന്ന കാര്യത്തിൽ അവന് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല, എനിക്കും യാതൊരു അറിവുണ്ടായിരുന്നില്ല, പിന്നെ എങ്ങനെയാണ് ഈ ഒരു ദിവ്യ ഗർഭം ഇത്ര പെട്ടെന്ന് ഉണ്ടായത് എന്ന് വിജയലക്ഷ്മി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ശിവൻ പറഞ്ഞു, അതെ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ, ഈ കുഞ്ഞിന്റെ അച്ഛനെ ഈ കുഞ്ഞിന് തിരിച്ചു കിട്ടാൻ അവകാശമുള്ളതല്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇതൊക്കെ പറയാൻ നീ ആരടാ എന്നായിരുന്നു കൃഷ്ണൻകുട്ടിയുടെ ചോദ്യം. ഉടനെ ശിവൻ പറഞ്ഞു, അതെ, ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, ന്യായമായി തന്നെ വേണ്ട സംസാരിക്കാൻ എന്ന് പറഞ്ഞപ്പോഴേക്കും വിജയലക്ഷ്മി പറഞ്ഞു, ഓ, ഒരു ന്യായം പറയാൻ വന്നിരിക്കുന്നവൻ, ഇത് ഈ കുടുംബകാര്യത്തിൽ നിന്നോട് ആരാണ് അഭിപ്രായം പറയാൻ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴേക്കും ശിവൻ ശാലിനിയോട് പറഞ്ഞു, ശാലിനി, ഇക്കാര്യത്തിൽ ഇനി ഇവരുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള നീക്കം ഉണ്ടാവുന്നു, നല്ലൊരു തീരുമാനം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു കരുതണ്ട, എന്തായാലും നിയമപരമായി തന്നെ നീങ്ങുന്നതാണ് ശാലിനി നല്ലത് എന്ന് പറഞ്ഞപ്പോഴേക്കും ശാലിനിയോടും
വിജയലക്ഷ്മിയോ വിജയലക്ഷ്മി ഉടനെ ശാലിനിയോട് പറഞ്ഞു, അതെ, നീ നിയമപരമായിട്ട് തന്നെ പോയിക്കോ, അതിനെന്താ, ഞങ്ങളും അത് നേരിട്ടോളാം എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു, അതെ, നിയമപരമായിട്ട് പോകുമ്പോഴേ വേറെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. അതെ, അവിടെ ഇപ്പോ കാനഡയിൽ കഴിയുന്ന ഈ അച്ഛനെന്ന് പറയുന്ന ആളുണ്ടല്ലോ, ശാരികേച്ചിയുടെ ഹസ്ബൻഡ്, അയാള് നാട്ടിൽ വരേണ്ടി വരും. പിന്നെ അയാൾ ആരോടൊപ്പം ജീവിക്കണം എന്നുള്ളത് പിന്നീട് കോടതിയായിരിക്കും തീരുമാനിക്കുക. അത്രേ ഉള്ളൂ പ്രശ്നം എന്ന് പറഞ്ഞപ്പോഴേക്കും വിജയലക്ഷ്മിക്കും കൃഷ്ണൻകുട്ടിക്കും ആകെ ചെറിയൊരു ഭയം തോന്നി. ഉടനെ ഇരുവരും പരസ്പരം നോക്കിയിട്ട് പറഞ്ഞു, അതെ, എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇപ്പോ കുഞ്ഞിനെ കിട്ടാനായിരുന്നു നിങ്ങൾ കാത്തു നിന്നത്. കുഞ്ഞിതാ ഇവിടെ എത്തിയല്ലോ. കുഞ്ഞിനെ അങ്ങോട്ട് തരികയും ചെയ്തു. ഇനി ഈ കുഞ്ഞുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഇതിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് മേലാൽ ആ പടി ആരും ചവിട്ടുകയും വേണ്ട. പറഞ്ഞു കേട്ടല്ലോ. വിജയലക്ഷ്മി, ഇനി ഇവിടെ നിന്നാലേ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നീ വരുന്നുണ്ടെങ്കിൽ വാ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ കൃഷ്ണൻകുട്ടി പോകുമ്പോഴേക്കും വിജയലക്ഷ്മി ശാലിനിയെ നോക്കിയിട്ട് പറഞ്ഞു, പറഞ്ഞത് കേട്ടല്ലോ, ഒറ്റ ഒരെണ്ണം ആ പടി ചവിട്ടി പോയേക്കല്ലേ എന്ന് പറഞ്ഞ് വിജയലക്ഷ്മി പോകുമ്പോഴേക്കും ശിവനോട് ശാലിനി പറഞ്ഞു, അതെ, ഇവരോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവരോട് എത്ര പറഞ്ഞാലും ശാരികേച്ചിനെ അവർ അംഗീകരിച്ചിട്ടില്ല. പിന്നെ ഈ കുഞ്ഞിനെ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ICUയിൽ നിന്ന് ഒരു നേഴ്സ് എത്തിയിട്ട് പറഞ്ഞു, അതെ, പേഷ്യന്റ് കണ്ണ് തുറന്നിട്ടുണ്ട് കേട്ടോ, ആരെങ്കിലും ഒരാൾക്ക് കയറി കാണാം. ഉടനെ ശാലിനി വേഗം തന്നെ കുഞ്ഞിനെ ശിവന്റെ കയ്യിലേക്ക് കൊടുത്തു. ശിവൻ കുഞ്ഞിനെ ഏറ്റുവാങ്ങുമ്പോൾ ശാലിനി ശാരികയെ കാണുവാനായി നേരെ ICUയിലേക്ക് കയറി. അപ്പോഴേക്കും പുറത്തേക്ക് വന്ന ശിവൻകുട്ടി വിജയലക്ഷ്മിയോട് ദേഷ്യപ്പെട്ടു. ഓ, ഇനിയിപ്പോ എങ്ങനെയാ തിരിച്ചു പോവാ എന്ന് ചോദിച്ചപ്പോഴേക്കും, അതിനല്ലേ ഈ ഓട്ടോ കിടക്കുന്നത് എന്ന് ചോദിച്ചപ്പോ, ഈ ഓട്ടോയിലോ, ഇതിലാണോ എന്ന് ചോദിച്ച് വേഗം ആ ഓട്ടോയിലേക്ക് കയറി രണ്ടുപേരും അവിടെ നിന്ന് വീട്ടിലേക്ക് പുറപ്പെട്ടു. ഈ സമയത്ത് ശാരികയുടെ അരികിലേക്ക് എത്തിയ ശാലിനിയോട് ശാരിക സങ്കടത്തോടെ ചോദിച്ചു, എന്തിനാണ് നീ എന്നെ രക്ഷപ്പെടുത്തിയത്? ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഞാനങ്ങ് ചത്തുപോകുമായിരുന്നല്ലോ. എന്നെ അങ്ങ് മരണത്തിന് വിട്ടു കൊടുത്തുകൂടായിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ശാലിനി ചോദിച്ചു, എന്താ ചേച്ചി പറയുന്നത്? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്തിന്റെ പേരിലാണെങ്കിലും ആ കുഞ്ഞിനെ ആരെ ഏൽപ്പിച്ചിട്ടാ ചേച്ചി ഈ കടുങ്കൈ ചെയ്തത് എന്ന് ചോദിച്ചപ്പോഴേക്കും ശാരിക പറഞ്ഞു, അതിന്റെ അവകാശിയുടെ അരികിൽ ഏൽപ്പിച്ചിട്ടാ ഞാൻ പോകുന്നത്. അതിന്റെ അവകാശികളുടെ അടുത്താണ് ഞാൻ ആ കുഞ്ഞിനെ കൊണ്ടുപോയതെന്ന് പറഞ്ഞപ്പോ ശാലിനി ചോദിച്ചു, അവകാശികളോ? എന്റെ ചേച്ചി, ആ കുഞ്ഞിനെ അവർ ഇന്നേ വരെ അംഗീകരിച്ചിട്ടുണ്ടോ? ശാരികേച്ചിനെ അവർ അംഗീകരിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ളപ്പോ ശാരികേച്ചിയുടെ കുഞ്ഞിനെ അവർ അംഗീകരിക്കുവോ? ശാരികേച്ചി, ഒരു കാര്യം ഞാൻ പറയാം. ചേച്ചി ഇങ്ങനെ ഒരു കടുങ്കൈക്കായി മുതിർന്നപ്പോ ആ പിഞ്ചു കുഞ്ഞിന്റെ ജീവിതം കൂടി ചേച്ചി ഹോമിക്കുന്ന പോലായി പോയല്ലോ. സത്യത്തിൽ ചേച്ചി തന്റെ ജീവിതം ഇല്ലാതാക്കുമ്പോ അതോടൊപ്പം ആ കുഞ്ഞിനെയും തീർത്ത് കളഞ്ഞേക്കാമെന്ന് കരുതിയിട്ടാണോ ആ കുഞ്ഞിനെ അവരുടെ വീട്ടുപടിക്കൽ കൊണ്ടുപോയിട്ടത്? എന്തായാലും വല്ലാത്ത ക്രൂരതയായി പോയി ചേച്ചി കാണിച്ചത് എന്ന് പറഞ്ഞപ്പോഴേക്കും ശാരിക പറഞ്ഞു, എനിക്ക് ആരുമില്ല, ഭർത്താവും ഇല്ല, അച്ഛനും ഇല്ല, അമ്മയും ഇല്ല, കൂടെ പിറപ്പുകളും ഇല്ല. പിന്നെ ഞാൻ എന്തിനിങ്ങനെ ജീവിക്കണം ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും ശാലിനി കണ്ണുനീരോടെ ശാരികയോട് ചോദിച്ചു, ശരി, ശാരികേച്ചി പറഞ്ഞതുപോലെ ശാരികേച്ചിയെ കൊന്നു വന്നേക്കാം. പക്ഷെ എന്താ ആ കുഞ്ഞിന് വേണ്ടി ശാരികേച്ചി കരുതി വെച്ചിരിക്കുന്നത്? ആ കുഞ്ഞിനെ ആരെ ഏൽപ്പിച്ചിട്ട് പോകാനാ ശാരികേച്ചിയുടെ തീരുമാനം? അതുകൂടി പറഞ്ഞിട്ടായിക്കോട്ടെ. ആ കുഞ്ഞിന്റെ അച്ഛന് ആ കുഞ്ഞിനെ ഇന്നേ വരെ അതിന്റെ വിവരങ്ങൾ പോലും അന്വേഷിക്കാത്ത, ആ കുഞ്ഞിനെ കുറിച്ച് ഒരു വാക്ക് പോലും വിളിച്ചു പോലും ചോദിച്ചിട്ടില്ലാത്ത അയാളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കാനാണോ ചേച്ചി ആ കുഞ്ഞിനെ ഇട്ടുകൊടുത്തിരുന്നത്? എന്തായാലും ഇത് വലിയൊരു ക്രൂരതയായി പോയി. ഇക്കാര്യത്തിൽ ചേച്ചി എന്ത് തീരുമാനം എടുത്തിട്ടാ ഇങ്ങനെ ഒരു എടുത്തുചാട്ടം കാണിച്ചത് എന്നൊക്കെ ശാലിനി ദേഷ്യത്തോടെ ശാരികയോട് സംസാരിക്കുമ്പോൾ ശാരിക കണ്ണുനീരോടെ ശാലിനിയോട് പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റിപ്പോയി. അപ്പോഴത്തെ ആ ഒരു ചാട്ടത്തിൽ ഞാൻ അങ്ങനെ ചെയ്തു പോയതാ ശ്യാമ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ പിന്നെ ഒന്നും എന്റെ മനസ്സിൽ തോന്നിയില്ല. എന്റെ കുഞ്ഞെവിടെ എന്ന് പറഞ്ഞപ്പോഴേക്കും ശാലിനി സങ്കടത്തോടെ ശാരികയെ നോക്കിയിട്ട് പറഞ്ഞു, ഇനി ഒന്നും ആലോചിക്കണ്ട. കുഞ്ഞിന്റെ കാര്യം എല്ലാം മറന്നിട്ടാണല്ലോ ചേച്ചി ഇങ്ങനെയെല്ലാം ചെയ്തത്. ആ കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാഞ്ഞിട്ടല്ലേ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത് എന്ന് ദേഷ്യത്തോടെ ശാലിനി ശാരികയോട് പറഞ്ഞു. എന്തായാലും ഇവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം തീർത്തോ? ഇനി റെയിൽവേയിൽ ചില പ്രശ്നങ്ങളുണ്ട്, കേസുണ്ടാവും. ഇത് ചില്ലറ കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ കേസും എങ്ങനെയെങ്കിലും ഒഴിവാക്കി എടുക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയെങ്കിലും ഇതുപോലെയുള്ള എടുത്തുചാട്ടമൊന്നും നടത്തല്ലേ ശാരികേച്ചി. കാരണം എനിക്കിങ്ങനെ ഓടാൻ വയ്യ എന്ന് പറഞ്ഞ് ശാലിനി സങ്കടത്തോടെ ശാരികയെ നോക്കി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് പുറത്ത് ശിവൻ മറ്റൊരു കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കണ്ടത്. ഇത് കണ്ടതോടെ ശാലിനിക്കാകെ സംശയമായി. അരികിലേക്ക് എത്തി ശാലിനി ശിവനോട് ചോദിച്ചു, ശിവ, ഇതേതാ ഈ കുഞ്ഞ്? മോളെവിടെ? മോളെ ഞാൻ ഏൽപ്പിച്ചിട്ടല്ലേ ശിവ പോയത്, എന്നിട്ട് മോളെവിടെ എന്ന് ശാലിനി ദേഷ്യപ്പെട്ടു. ശിവൻ ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുമ്പോ, ശിവ, ഞാൻ ചോദിക്കുന്നത് കേട്ടില്ലേ, മോളെവിടെയെന്നാ ചോദിച്ചത് എന്ന് ശാലിനി ഗൗരവത്തോടെ ചോദിക്കുമ്പോ ശിവൻ
തൊട്ടപ്പുറത്തേക്ക് കണ്ണുകൾ കൊണ്ട് ദാ എന്ന് കാണിച്ചു. ശാലിനി ഞെട്ടലോടെ പുറകിലേക്ക് നോക്കുമ്പോൾ അവിടെ ഇരുന്ന് ശിവന്റെ കയ്യിലിരിക്കുന്ന ആ കുഞ്ഞിന്റെ അമ്മ ശാരികയുടെ കുഞ്ഞിന് പാല് കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഉടനെ ശാലിനി അരികിലേക്ക് ചെന്നപ്പോ ആ കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ട് ആ സ്ത്രീ ഇരിക്കുന്ന കണ്ടപ്പോഴേക്കും ശാലിനി ശിവന്റെ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, ശിവ എങ്കിലും എന്ന് പറഞ്ഞപ്പോഴേക്കും ശാലിനിയുടെ അടുത്തേക്ക് ശിവൻ എത്തിയിട്ട് പറഞ്ഞു, ശാലിനി, അമ്മമാർക്ക് മക്കളെല്ലാം ഒരുപോലെയാണ്. അതും ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ, ഏത് കുഞ്ഞാണെങ്കിലും ആ കുഞ്ഞിന്റെ വിശപ്പ് മാറ്റുക എന്നത് അമ്മയുടെ സാന്നിധ്യം ആ കുട്ടികൾക്ക് അത് വല്ലാത്തൊരു അനുഭവവും ഒരു സംരക്ഷണവുമാണ് നൽകുക. അതുകൊണ്ട് ആ എന്റെ കയ്യിലിരുന്ന കുഞ്ഞ് കരയുന്ന കേട്ടപ്പോ ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ ആ അമ്മ തയ്യാറായി എന്ന് ശിവൻ അറിയിച്ചു. അപ്പോഴേക്കും ശാലിനിയും ആ കുഞ്ഞിനെ തിരിച്ചു തരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞതും പാലുകൂടി കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ ആ പെൺകുട്ടി ശാലിനിയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു. അതെ, ഞാനും എൻ്റെ കുഞ്ഞിവിടെ ഇരുന്നപ്പോൾ ഹസ്ബൻഡ് കുഞ്ഞിനെയും കൈ പിടിച്ച് നടക്കുന്ന കണ്ടു. കുഞ്ഞ് കരച്ചിൽ നിർത്താതെ ഇങ്ങനെ തുടരുന്ന കണ്ടപ്പോൾ ഇവിടെ ഹസ്ബൻഡിനെ മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ നിങ്ങളെ കാണാതായപ്പോൾ വൈഫ് അപ്പുറത്തേക്ക് എവിടെയോ പോയേക്കുവാന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ പ്രായമല്ലേ ഈ കുഞ്ഞിനുള്ളൂ. രണ്ടുപേരെയും കണ്ടപ്പോ എനിക്ക് എൻ്റെ കുഞ്ഞിനോട് തോന്നിയ അതേ വാത്സല്യം തന്നെയാണ് ഈ കുഞ്ഞിനോടും തോന്നിയത്. അതുകൊണ്ട് കുഞ്ഞ് കരയുന്ന കണ്ടപ്പോ പാല് കൊടുക്കാന്ന് കരുതി. അതാ കുഞ്ഞിനെ ഞാൻ പാല് കൊടുത്തത്. എൻ്റെ കുഞ്ഞിനെ പോലെ തന്നെയാ ഞാൻ ഈ കുഞ്ഞിനെയും കരുതിയത് എന്ന് ആ പെൺകുട്ടി അറിയിച്ചു. അങ്ങനെ പറഞ്ഞതും ശാലിനി താങ്ക്സ് പറഞ്ഞ് കുഞ്ഞിനെ വാങ്ങിച്ചത് ശിവനും തൻ്റെ കയ്യിലിരുന്ന കുഞ്ഞിനെ ആ പെൺകുട്ടിക്ക് കൊടുത്തപ്പോൾ താങ്ക്സ് പറഞ്ഞു. ഉടനെ ശാലിനി ആ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ശിവനെ നോക്കിയിട്ട് വളരെ നന്ദി എന്ന് അറിയിച്ചു. അപ്പോഴാണ് ശാലിനിയുടെ ഫോണിലേക്ക് ശ്യാമ വിളിക്കുന്നത്. ശാലിനി അവിടെ അങ്ങനെ നിൽക്കുമ്പോഴേക്കും രോഹിത് ആ ഹോസ്പിറ്റലിലേക്ക് വന്നിറങ്ങി. രോഹിത് വേഗം തന്നെ ശാലിനിയുടെ ശിവന്റെ അരികിലേക്ക് വന്നപ്പോൾ ശാരിക്ക് ഇപ്പം എങ്ങനെയുണ്ട് എന്ന് രോഹിത് അന്വേഷിച്ചപ്പോഴേക്കും ശാരികച്ചിക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട്, ഞാൻ സംസാരിച്ചു എന്ന് ശാലിനി അറിയിച്ചു. അപ്പോഴാണ് രോഹിത് പറഞ്ഞത്, ഞാനിപ്പോ ഇവിടേക്ക് വന്നത് ചില കാര്യങ്ങൾ പറയാനാണെന്ന് പറഞ്ഞ് രോഹിത് സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴാണ് രോഹിത്തിന്റെ ഫോണിലേക്ക് ശ്യാമ വിളിച്ചത്. രോഹിത് കോൾ എടുത്തതും ശ്യാമ ചോദിച്ചു, രോഹിത് ഇപ്പൊ എവിടെയാ? ഞാനിവിടെ സൂപ്പർ മാർക്കറ്റിലാ. എന്തേലും വാങ്ങിച്ചുകൊണ്ട് വരാനുണ്ടോ? വേറെ എന്തേലും വേണോ എന്ന് ചോദിച്ചപ്പോഴേക്കും വേണ്ട, എവിടെയാണെന്ന് അറിയാനായിട്ടൊന്ന് വിളിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ശ്യാമ ഫോൺ വെച്ചു. ഉടനെ രോഹിത് പറഞ്ഞു, കണ്ടില്ലേ, അവളിപ്പോ എന്നെ വിളിച്ചത് തന്നെ എന്നോടുള്ള സംശയം കൊണ്ടാ. ശ്യാമയുടെ സ്വഭാവം ശാലിനി കരുതുന്ന പോലെയല്ല. ശ്യാമ എല്ലാവരെയും സംശയ ദൃഷ്ടിയോടെയാണ് നോക്കുന്നത്. പ്രത്യേകിച്ച് എന്നോടും ശാരികയോടുള്ള പെരുമാറ്റം. ശാരികയോ കുഞ്ഞിനെയോ കുഞ്ഞിനോടോ ശാരികയോടോ ഞാൻ സംസാരിക്കുന്നതോ അവരുടെ വിവരങ്ങൾ അന്വേഷിക്കുന്നതോ ഒന്നും തന്നെ ശ്യാമയ്ക്ക് ഇഷ്ടമാകുന്നില്ല. ശ്യാമയുടെ ഈ പെരുമാറ്റത്തിൽ ഇവരെ രണ്ടുപേരെയും ഇനിയും കുടുംബശ്രീയിലേക്കാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പിന്നെ ഇവരുടെ ജീവൻ പോലും പിന്നീട് സുരക്ഷിതമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ശ്യാമയുടെ അരികിലേക്ക് ദയവ് ചെയ്ത് ഈ കുഞ്ഞിനെയും ശാരികയും ശാലിനി കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത്തരത്തിലൊരു മാനസികാവസ്ഥയിലാണ് ശ്യാമ ഇപ്പോൾ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ തന്നെ ശ്യാമയുടെ പെരുമാറ്റ രീതികളാണ് കാരണമെന്ന് ശാലിനിയോട് രോഹിത് അറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും ശാലിനി ആകെ ഞെട്ടലോടെ നിൽക്കുമ്പോൾ ശാലിനിയോട് രോഹിത് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും ഒന്നേ ഞാൻ പറയാനുള്ളൂ, ശാരികയുടെയും കുഞ്ഞിന്റെയും നല്ല ഭാവിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ദയവേത് കുടുംബശ്രീയിലേക്ക്, പ്രത്യേകിച്ച് ശ്യാമയുടെ മുന്നിലേക്ക് ഈ പിഞ്ചു കുഞ്ഞിനെയും ശാരികയെയും എത്തിക്കരുത് എന്നറിയിക്കുന്നു. അതിനുശേഷം ശാലിനി ആകെ വിഷമത്തോടെ ആ ആവശ്യങ്ങൾക്ക് എന്ത് മറുപടി നൽകുമെന്നുള്ള ആശങ്കയിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് സത്യാമ്മയുടെ അടുത്തേക്ക് പിള്ളച്ചേട്ടൻ ഓടിയെത്തിയത്. അപ്പോഴേക്കും സത്യഭാമ പൊന്നിയോട് ചോദിച്ചു, പൊന്നി, പിള്ളയോട് സാധനങ്ങളെല്ലാം മേടിക്കാൻ പറഞ്ഞിട്ട് അതെല്ലാം മേടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ശരി, എന്തായാലും എല്ലാ സാധനമായിട്ട് വരട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് സത്യാമ്മ അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് പിള്ളച്ചേട്ടൻ അവിടേക്ക് വേഗം വണ്ടിയിൽ ഓടി അവിടേക്ക് എത്തിയത്. സത്യാമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് അരികിലേക്ക് എത്തിയത്. ഉടനെ പിള്ളയുടെ ആ ടെൻഷനോടുള്ള വരവ് കണ്ട് സത്യഭാമ ചോദിച്ചു, എന്താ പിള്ളേ, താൻ വല്ലാത്ത ടെൻഷനിലാണല്ലോ എന്ന് ചോദിച്ചപ്പോ സത്യഭാമയോട് പിള്ള പറഞ്ഞു, അത് പിന്നെ സത്യാമ്മേ, ഞാനേ അവിടെ മാർക്കറ്റിൽ ചെന്നപ്പോ ഒരു കാര്യം അറിഞ്ഞു. ആ കൃഷ്ണൻകുട്ടി ഇപ്പോ സീരിയസ് ആയിട്ടാ കിടക്കുന്നതെന്നും കൃഷ്ണൻകുട്ടിയുടെ ആ മരണത്തിന് കാരണക്കാരായവരെ കുറിച്ച് പോലീസിൽ കൃഷ്ണൻകുട്ടി പരാതി കൊടുത്തിട്ടുണ്ടെന്നും രണ്ടുപേരാണ് തന്നെ കൊല്ലാൻ ശ്രമിച്ചതെന്ന രീതിയിൽ ആ സോമശേഖരൻ അവിടെ വെച്ച് തന്നെ കാണുകയുണ്ടായെന്നും അയാളാണ് ഇതൊക്കെ പറഞ്ഞതെന്നും പിള്ളയെ അറിയിച്ചു. സോമശേഖരൻ എന്താ പറഞ്ഞത്? അയാൾ നമ്മുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് ഇതുവരായിട്ട് മുഴുവൻ മടക്കി തന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ
പിള്ള പറഞ്ഞു, അക്കാര്യമല്ല ആ സോമശേഖരൻ പറഞ്ഞത്. സോമശേഖരൻ പറഞ്ഞത് ആ കുട്ടി കൃഷ്ണൻ ആ കുട്ടി കൃഷ്ണൻ മരിക്കാനായിട്ട് തയ്യാറായപ്പോ അയാളെ അതിന് പ്രേരിപ്പിച്ചത് രണ്ടുപേരാണെന്ന് പറഞ്ഞ്, അയാള് ഇങ്ങനെ മരിക്കാനായിട്ടുള്ള കാരണക്കാർ രണ്ടുപേരാണെന്ന് പറഞ്ഞ് അയാളൊരു പേപ്പർ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ആ രണ്ടുപേരിൽ ഒന്ന് സത്യാമ്മയുടെ പേരാണെന്നാണ് ആ സോമശേഖരൻ അറിയിച്ചത് എന്ന് പിള്ള ആശങ്കയോടെ പറഞ്ഞു. അത് കേട്ടതും സത്യാമ്മ ആകെ ഞെട്ടലോടെ നോക്കി. എന്റെ പേരോ? ഞാനത് എന്താ ചെയ്തത്? പണം എത്രയും വേഗം തിരിച്ചു തരണമെന്ന്. മേടിക്കുന്ന പണം തിരിച്ചു കൊടുക്കണം എന്നതല്ലേ നീതി. അല്ലാതെ ആ പണം തിരിച്ചു കൊടുക്കാതെ മറ്റുള്ളവർക്ക് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ നോക്കേണ്ടത്? ഇതിലിപ്പോ എന്റെ ഭാഗത്ത് എന്ത് തെറ്റാ ഉള്ളത് എന്ന് സത്യാമ്മ പിള്ളയോട് ചോദിക്കുമ്പോ പിള്ള പറഞ്ഞു, സത്യാമ്മേ, ഇത് ഇച്ചിരി പുലിവാലാകുന്ന പോലെയാ കാര്യങ്ങൾ എന്ന് സത്യാമ്മയോട് പിള്ള ആശങ്കയോടെ അറിയിച്ചു. ഈ സമയത്താണ് ശാലിനി കുഞ്ഞുമായിട്ട് നേരെ കുടുംബശ്രീയിലേക്ക് എത്തിയത്. വണ്ടി വന്ന് നിന്നതും വണ്ടിയിൽ നിന്ന് ശിവനും ശാലിനി കുഞ്ഞിനെയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ അരികിലേക്ക് കുഞ്ഞുമായിട്ട് വരുന്ന ശാലിനിയെ കണ്ട് ഗോപാലകൃഷ്ണൻ അരികിലേക്ക് ഓടിയെത്തുകയാണ്. ആ മുത്തശ്ശന്റെ പൊന്നെ എന്ന് വിളിച്ച് കുഞ്ഞിനെ കയ്യിലെടുത്ത് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോ ഉടനെ ഗോപാലകൃഷ്ണനോട് ശാലിനി പറഞ്ഞു, ഇനി ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ എന്താ വെച്ചാൽ തീരുമാനം? ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ കുഞ്ഞിനെ ആരെ ഏൽപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശ്യാമ ചോദിച്ചു, അത് ശരി, ഇനി ഉടനെ ഒന്നും ശാരികേച്ചിക്ക് കുഞ്ഞിനെ നോക്കാനൊന്നും കഴിഞ്ഞെന്ന് വരില്ല എന്ന് ശാലിനി അറിയിച്ചു. ശാന്ത അവിടേക്ക് ഓടിയെത്തി ശാരികയുടെ വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ശാലിനി ഇക്കാര്യങ്ങൾ അറിയിച്ചത്. ശാരികേച്ചിക്ക് ഉടനെ ഒന്നും എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല എന്ന് ശാലിനി അറിയിച്ചപ്പോഴേക്കും കുഞ്ഞിന്റെ കാര്യങ്ങൾ ആരെങ്കിലും നോക്കിയേ തീരുവെന്ന് ശാലിനി പറഞ്ഞു. ഉടനെ അടുത്ത് നിന്ന് ശ്യാമ ചോദിച്ചു, അത് ശരി, അപ്പോ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കണമെന്ന് പറഞ്ഞ് ഞാൻ തന്നെ നോക്കണമെന്ന് അല്ലെ? ഇവിടെ എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ ജോലിയും കൂലിയൊന്നും ഇല്ലാതിരിക്കുന്നത് ഞാനാണല്ലോ, എനിക്കാണല്ലോ വേറെ പണിയൊന്നും ഇല്ലാത്തത്. അപ്പോൾ ഞാൻ തന്നെ ഈ കുഞ്ഞിനെ നോക്കണമെന്നായിരിക്കും എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് ഇതിനൊന്നും സാധിക്കില്ല. അതപ്പോ ആരും പ്രതീക്ഷിക്കുകയും വേണ്ട. എനിക്ക് ഇവിടുത്തെ ജോലികൾ തന്നെ ചെയ്തു തീർക്കാൻ നേരമില്ല എന്ന് പറഞ്ഞപ്പോ ഗോപാലകൃഷ്ണൻ ചോദിച്ചു, അതെ, കടയിലെ കാര്യമായിരിക്കും നീ പറഞ്ഞത്. കടയിലെ കാര്യം ശാരദ ഏൽപ്പിച്ചിരിക്കുന്നത് ശാന്തയാണ്. പിന്നെ ഒരു കൈ സഹായത്തിന് നീ കൂടെ നിൽക്കാനേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോ ശ്യാമ ചോദിച്ചു, ഓ, കൈ സഹായം, അതെന്താന്ന് മാത്രം ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ കൊള്ളാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ജോലി മാത്രം ചെയ്താൽ മതിയല്ലോ എന്നായിരുന്നു ശ്യാമയുടെ മറുപടി. ഇതെല്ലാം കേട്ടും ശാലിനി പറഞ്ഞു, ശാലിനിയെ നോക്കിയിട്ട് ശ്യാമ പറഞ്ഞു, തൽക്കാലം ഇപ്പം കുഞ്ഞിന്റെ അമ്മയും വളർത്തച്ഛനും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകൾ തന്നെ ആ കുഞ്ഞിനെ അങ്ങ് ഏറ്റെടുക്കുന്ന നല്ലത് എന്ന് ശിവനെയും ശാലിനിയും നോക്കി ശ്യാമ വിളിച്ചു പറയുമ്പോഴേക്കും ശാലിനി പറഞ്ഞു, ദേ ശ്യാമേ, നിന്റെ നാക്കിൽ ലൈസൻസ് ഇല്ലെന്ന് വെച്ച് നീ എന്തും വിളിച്ചു പറയാൻ നിൽക്കണ്ട. പിന്നെ ഞാൻ കുഞ്ഞിനെ എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് വെച്ചാല് അത് എന്തൊരു മോശമായിട്ട് ഇടപാടാം. കുഞ്ഞിന്റെ ചെറിയമ്മയും മുത്തശ്ശനും ഒക്കെ ജീവനോടെ ഉള്ളപ്പോ ആ കുഞ്ഞുമായിട്ട് ആ വീട്ടിലേക്ക് ചെന്ന് കയറുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് കൂടി മോശം പേരുണ്ടാക്കുന്ന കാര്യമല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഉടനെ ശാന്തേച്ചി പറഞ്ഞു, അതെ, ഈ കുഞ്ഞിന്റെ പേരിൽ ഇനി ഇങ്ങനൊരു സംസാരം വേണ്ട. ശാലിനി കുഞ്ഞെ, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി നോക്കിക്കോളാം. ഇനി ഈ കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെ ഒരു സംസാരം ഈ വീട്ടിൽ നടത്തരുത് എന്ന് ശാന്ത ആവശ്യപ്പെട്ടപ്പോ ഉടനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, വേണ്ട, ആരും ആരും നോക്കണ്ട, എന്റെ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം. എന്റെ മോളുടെ കുഞ്ഞല്ലേ, ആ കുഞ്ഞിനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ശാരദ തിരിച്ചു വരുമ്പോ എനിക്ക് ഈ പൊന്നുമോളെ ശാരദയെ എനിക്ക് തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. ശാരദ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ച കുഞ്ഞാണ്, പറഞ്ഞേൽപ്പിച്ച കാര്യമാണത്. ഈ പൊന്നു കുഞ്ഞിനെ എനിക്ക് ശാരദയെ ഏൽപ്പിക്കണം, ശാരദയുടെ കൈകളിൽ നൽകണം. അതുകൊണ്ട് ഈ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോഴേക്കും ഗോപാലകൃഷ്ണനോട് ശ്യാമ തട്ടിക്കയറി, അച്ഛൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സദാസമയം അച്ഛന് ഈ കുഞ്ഞിന്റെ അടുത്ത് ഇരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാമെന്ന്. അതിനുള്ള പോംവഴി എന്താണെന്ന് ഞാൻ കണ്ടോളാം. തൽക്കാലം കുഞ്ഞിന്റെ നോട്ടത്തെക്കുറിച്ച് നീ ആദ്യം കയറണ്ട. അത് എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. ഈ കുഞ്ഞിനെ ഞാൻ എൻ്റെ കൂടെ ചേർത്ത് പിടിച്ചോളാം. എൻ്റെ കുഞ്ഞിനെ അങ്ങനെ മറ്റാരും കൊണ്ടുപോകാനോ മറ്റാരും ആ കുഞ്ഞിന്റെ പേരിൽ കഷ്ടപ്പെടുകയോ ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു. അതിനുശേഷം ശാലിനി തിരിച്ച് സത്യാമ്മയുടെ അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും സത്യഭാമ ഗോപാലകൃഷ്ണൻ അവിടേക്ക് പിള്ളച്ചേട്ടൻ വന്ന് ആ കുട്ടികൃഷ്ണന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് ശാലിനി അവിടേക്ക് എത്തിയത്. എന്തു പറ്റി സത്യാമ്മ എന്ന് ചോദിച്ചപ്പോഴേക്കും ശാലിനിയോട് സത്യാമ്മ പറഞ്ഞു, അതെ, നമ്മുടെ കയ്യിൽ നിന്ന് പണം മേടിച്ച ആ കുട്ടികൃഷ്ണൻ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചല്ലോ, അയാളെ കുറിച്ചാണ് ഇപ്പോ പിള്ള പറഞ്ഞത്. അയാള് മരിക്കുന്നതിന് മുമ്പ് ആരുടെയൊക്കെയോ 2 പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അതിൽ ഒരു പേര് എന്റേതാണെന്ന് ആ സോമശേഖരൻ പിള്ളയോട് പറഞ്ഞു എന്നാണ് അറിയിച്ചത്. അതാണ് ഇപ്പൊ പിള്ള വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ
ശാലിനി ആകെ ഞെട്ടലോടെ ഇതിനെയും സോമശേഖരന്റെ ണോ എന്നും സോമശേഖരൻ വീണ്ടും പുതിയ പദ്ധതികളുമായി ഇറങ്ങി പുറപ്പെട്ടതാണോ എന്ന സംശയത്തോടെ ശാലിനി നോക്കിയിരിക്കുന്നു.